ഇന്നത്തെ റെസിപ്പി ചെട്ടിനാടൻ മുട്ടക്കറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 2 സവോള ചെറുതായി അരിഞ്ഞത്. ഇത് ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 2 തക്കാളി ചെറുതായി അരിഞ്ഞത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവിടെ ഞാൻ ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചെടുത്തതാണ്. 2 പച്ചമുളക്. ഈ മസാലയ്ക്കായിട്ട് 1 കഷ്ണം കറുകപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, കുരുമുളക് 1/4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 വറ്റൽമുളക്, 2 ടീസ്പൂൺ മുളക് പൊടി. ഇവിടെ എരിവിനനുസരിച്ച് ഇവിടെ നമ്മൾ പച്ചമുളകും കുരുമുളകും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ബേ ലീഫ്, കടുക് 1 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങാപ്പാൽ 1 കപ്പ്. ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിനായിട്ട് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, കുരുമുളക്, മല്ലി, പെരിഞ്ജീരകം, നല്ല ജീരകം, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് 2 മിനിറ്റ് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് എഗ്ഗ് ഒന്ന് പതുക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് എഗ്ഗ് റോസ്റ്റ് ചെയ്തെടുക്കണം. തിരിച്ചിട്ട് 2 സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ മസാല തണുത്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ബേ ലീഫ് ഇടാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതും പച്ചമുളകും ഇട്ടിളക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെട്ടിനാടൻ മസാല ഇടാം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലകളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
ഇനി തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മുട്ട അതിനകത്ത് കിടന്ന് ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കാം. ചെട്ടിനാടൻ എഗ് കറി റെഡി ആയിട്ടുണ്ട്.